നിങ്ങൾ ഇവളെ വിശ്വസിക്കരുത് ഗൈസ്. തുടരും സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ജോർജ് സാറിന്റെ ആയിരുന്നു. പ്രേമിക്കേണ്ടവർക്ക് പ്രേമിക്കാം. അപ്പൊ എനിക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ട്. ഇത് നമ്മള് സാധനം ലാഭിക്കുകയും വേണം. പക്ഷെ വേറെ ആരും ഇതെടുക്കാൻ പാടില്ല. സൺഡേ ഫണ്ടേ ആണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഹലോ, ബിക്കോസ് വി ആർ നഴ്സസ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. മെർലിൻ ഇപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഗൈസ്. സമയം 1 മണി. 1 മണിയല്ല, 12 മണി. ഇവിടെ പല്ല് തേക്കുന്നേ ഉള്ളൂ ഗൈസ്, പല്ല് തേക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടി, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും നൈറ്റ് ഡ്യൂട്ടി. അതുവരെ നമുക്ക് ഇവിടെ കാണിക്കും കേട്ടോ. ക്രീം ലാവെറ്റ് ഇതും പിന്നെ സെറ്റാഫിലും. ഇത് രണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് തീരാനായിട്ടുണ്ട്. ടേസ്റ്റ് വലിയ മാറ്റമുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ മാറ്റമൊന്നും ഇല്ല. പഴയവല്ലൊക്കെ തന്നെ ഇരിക്കുന്നു. നമ്മൾ സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ മേടിച്ച് തേക്കുന്നതേ ഉള്ളൂ. മാറ്റം ഉണ്ടോ ഇല്ലയെന്ന് നോക്കണ്ടേ. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചോദിട്ട് കണ്ടത് കയറുന്ന പോലും ഇല്ല. ഇത് ഒരു തുള്ളി ഇട്ടുണ്ട്, ബാക്കി ഇങ്ങനെ കമത്താം. കൂടി പോകും. നാളെ കൂടെ ഉപയോഗിക്കാനുള്ളൂ. ഇന്നത്തെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഈ ഷർട്ട് നമ്മൾ ഇടാൻ പോകുന്ന സാധനം ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാധനം ഇങ്ങനെ മേടിച്ചിട്ട് പിന്നെ രണ്ടാമത് മേടിക്കുന്നത്. ഇതെനിക്ക് അത്ര ഇഷ്ടമായി. തേക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് അബ്സോർബ് ആവും. മാറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. മാറ്റം എന്താണെന്ന് ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മണമൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഇടുമ്പോൾ ഇങ്ങനെ അബ്സോർബ് ആവും. ഭയങ്കര സുഖമാണ്. ഇതിട്ട് കഴിയുമ്പോൾ മുഖത്ത് തണുപ്പത്തിട്ട്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അടുത്തത് നമ്മുടെ സൺസ്ക്രീനാണ്. വീട്ടിൽ ഇരിക്കുന്നതിന് കുറച്ചിട്ടാൽ മതി. പിന്നെ ഉള്ളതുകൊണ്ട് ഞാനൊന്നും ഇടുന്നതാണ്. ഇല്ലെങ്കിൽ ഇല്ല, ഒന്നിപ്പോൾ ഒന്ന് ഉള്ള പോലെ ഞാനും കിട്ടും. ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഉള്ളപ്പോൾ ഇട്ടിട്ട് തീർക്കും. എന്നിട്ട് എവിടെയും പുറത്തിറങ്ങുമ്പോൾ സാധനം കാണത്തില്ല. അപ്പം ഞാൻ തോന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഇടാറുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഇല്ല, ഇടാൻ അത്രേ ഉള്ളൂ. ശരിക്കും നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ്. എനിക്ക് അത്ര നിർബന്ധമില്ലെന്നില്ല. ഇല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം പെട്ടെന്ന് നീക്കൊന്ന് തീർന്നു പോയി ചെയ്യും. പിന്നെ മുടിയിൽ നമുക്ക് ഒരു കെയർ ഒന്നുമില്ല. കാരണം എന്തായാലും അത് വളരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ മുടി മൈൻഡ് ചെയ്യാറില്ല പോലും ഇല്ല. മൈൻഡ് പോലും ചെയ്യാറില്ല. ഇത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ. ഇങ്ങനെ ഇത്രയും സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് എൻ്റെ ഫേസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. ഞാൻ ഒന്ന് ചെയ്താലും ഒന്ന് ചെയ്തില്ലെങ്കിലും ഒക്കെ എൻ്റെ മുഖം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ കുറേ സാധനം ഇങ്ങനെ മേടിച്ച് കൂട്ടി വെക്കുക. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. ഇപ്പം ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ചെയ്തത് കാരണം ഇപ്പം ഫേസ് പാക്ക് ഇടാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കലക്കി തരുമായിരിക്കും. നമ്മൾ തരുമല്ലോ. നമ്മളിനി തൈര് എടുക്കാൻ പോകത്താഴെ വരുന്നോ? നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോസ്റ്റൽ ടൂർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതെ, ഇതാണ് ഞങ്ങൾ വിശാലമായ ഹോസ്റ്റൽ. അതെ, പിള്ളേർക്കൊക്കെ എക്സാം ഉണ്ട്. നമ്മൾ ശബ്ദം കുറച്ചാണ് ചിലപ്പോൾ. ഞങ്ങളെ വെച്ചവർക്ക് മാത്രമേ എക്സാം ഉള്ളൊന്നുമില്ല. പിള്ളേർക്കൊക്കെ എക്സാം ആണ്. അതെ, കുളിച്ച് വരും. ഇപ്പം ഞങ്ങളുടെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലീവ് കിട്ടിയാൽ ഭയങ്കര കൂടെ ഞങ്ങളുടെ വെച്ചവർ. ഒരു സത്യം കേട്ടോ. കുറച്ച് തൈര് എടുക്കാമല്ലോ. നമുക്ക് വാടം നല്ല നോക്കാം. വാടിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവൾ ഇത്ര തൈര് എടുത്തിട്ടുള്ളൂ. ഒത്തിരി തൈര് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. കേസ് ഇതുണ്ട്. ഗുലാബ് ജാമുൻ കിടക്കുന്നുണ്ടോ? കേസ് ഇത് ഞങ്ങളുടെ എഗ് റൈസ്. കന്നഡ പോലെ ഒരു വൃത്തികെട്ട ഭാഷ എന്തൊക്കെ പറയണ്ട. അത് ഇങ്ങനെ കഴിപ്പില്ല. എല്ലാം പകുതി ഒരു വാക്ക് കന്നഡ പറയും, അടുത്ത മലയാളം, അല്ല അടുത്ത ഇംഗ്ലീഷ്. പക്ഷെ ഞങ്ങൾക്ക് നല്ലോണം കന്നഡ അറിയാം. തൈര് എടുത്തു. അതുകൊണ്ട് ഇത്ര തൈരേ ഉള്ളൂ. ഞങ്ങൾ വീഡിയോ കട്ട് ചെയ്തിട്ട് വീണ്ടും എക്സ്ട്രാ തൈരൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതാരും പിന്നെ ഞാൻ പറയാനുള്ളത്, ഞാനിങ്ങനെ വീഡിയോ കൂടെ എന്താ പറയുന്നത്, മാവ് എടുക്കുന്നത്, അതെടുക്കുന്നത്, ഇതെടുക്കുന്നത് കാണിക്കും. പക്ഷെ വേറെ ആരും ഇതെടുക്കാൻ പാടില്ല. ഞാനങ്ങനെ പലതും. ഗൈസ്, ഷിജുവിൻ്റെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ ഷിജു പഠിക്കുന്നുണ്ട്. ഷിജു ഭയങ്കര പഠിത്തമാണ്. പഠിക്കാൻ എന്താ പറഞ്ഞാൽ എപ്പോഴും ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഇനിയിപ്പോൾ പഠിക്കുവാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല.
62 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഷിജു എത്ര 8 ചാപ്റ്റർ കണ്ട് പഠിച്ചിട്ടുണ്ട്, മിടുക്കി. ബാക്കി ഇനി എപ്പോൾ പഠിക്കുമെന്ന് നമുക്കറിയത്തില്ല. കണ്ടോ വീഡിയോ പോലും വരാൻ താല്പര്യത്തെ, ഈ കാലത്ത് വീഡിയോയിൽ വരാൻ താല്പര്യത്തെ കുട്ടികളുണ്ടോ? അതാണ് ഷിജു. ഷിജു ഒരു വട്ടം കാണിക്കും, ഷിജുവിനെ ആൾക്കാർ അറിയട്ടെ. ആക്ച്വലി ഷിജുവിന് ആരും ഇല്ല, ഷിജു ഒറ്റയ്ക്കാണ്. ഷിജുവിനോട് മിണ്ടാനല്ല, ഷിജു ഒറ്റയ്ക്ക്. അതുകൊണ്ടാണ് ഷിജു ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്. എത്ര ചാപ്റ്റർ പഠിച്ചിപ്പോ? ഒരു യൂണിറ്റ് കഴിഞ്ഞോ? 4 യൂണിറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മിടുക്കി കേട്ടോ, വലിയ ഓർമ്മ ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല, എന്നാലും പഠിച്ചിട്ടുണ്ട്. പോട്ടെ, ഞാൻ എടുക്കും. പൈസ വേണം. നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാതെ കേസ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു കുറച്ച് എപ്പോ. പിന്നെ കേസ് ഞങ്ങൾ എപ്പോഴും സ്കിൻ കെയർ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. അതെ, നമ്മുടെ സ്കിന്നിന് മാറ്റം ഉണ്ടോ ഇല്ല അതൊന്നും നമ്മൾ നോക്കത്ത്. ഷിജു മിണ്ടായിരുന്നു, ഷിജു അവിടെ മിണ്ടായിരുന്നു പഠിച്ചേ. ബാക്കിയുള്ള പിള്ളേർക്ക് പബ്ലിക് ന്യൂസൻസ് ആയിട്ട് പ്രഖ്യാപിക്കുക ഷിജുവിനെ. അപ്പൊ സത്യം കണ്ടു. ആക്ച്വലി ഷിജു തന്നെ അലീന ഷിജു കാസർഗോഡ്. അവളുടെ വീടിന്റെ അപ്പുറത്തെ പാലം കയറി ഇറങ്ങുമ്പോഴാണ് കർണാടക ഉള്ളത്. കർണാടകക്കാരിയാണ്. എന്തോ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാ. നീ മിണ്ടായിരിപ്പോ. ആ ഓക്കെ കരഞ്ഞോട്ടെ. ഷിജു കരയണം. ഇവിടുന്ന് പോകുന്നതിന് എന്റെ ആഗ്രഹമാണ് ഷിജു ഒരിക്കലെങ്കിലും കരയണം. ഞാൻ കരയിപ്പിക്കണം ഷിജു, എന്റെ ആഗ്രഹമാണ്. ഞാൻ അത്ര ദുഷ്ടമല്ല, പക്ഷെ ഷിജുവിന് അതേപോലെ എനിക്ക് പറയാനുള്ളത് നിവേദിതയോടാണ്. ഗൈസ്, നമ്മുടെ നിവേദിത ഇപ്പൊ നാട്ടിലാണുള്ളത്. എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, വരിക ചെയ്യരുത്, കാണുകയോ വേണ്ട. ഗൈസ്, തീർത്ഥയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ടൊരു കാര്യം ഞാൻ പറയാൻ പോകണം. ഇതിലും വലിയതൊക്കെ ഉണ്ട്, പിന്നെ അത് ഞാൻ പറയുന്നില്ല. തൽക്കാലം ഇപ്പം ഇത് പറയാൻ പോവാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആൾക്ക് തേക്കാനുള്ളതാ. ഒരു ഇതിപ്പിച്ച് പിന്നെ ഭേദമുണ്ട്. ഒരു കിൻഡൽ കലക്കി വെക്കും കയ്യിൽ, മേത്ത് മൊത്തം. കഴിഞ്ഞ പ്രാവശ്യം ഇവളത് കലക്കി തന്നിട്ട് ഈ പാത്രം നിറച്ചിരിക്കും. എന്നിട്ട് ഞാൻ കയ്യിലും കാലിലൊക്കെ വരുത്തിച്ച് വല്ല മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ട്. ഇത് നമ്മുടെ സാധനം ലാഭിക്കുകയും വേണം, എന്നാൽ തേക്കുകയും വേണം. പക്ഷെ ഇവിടെ മൊത്തം എന്തൊക്കെയോ മാറ്റമൊക്കെയാണ്, നമുക്കത് മാറ്റത്തില്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലും. ഇത് കണ്ടോ ഗൈസ്, ഇത്രയും വൃത്തി. ഇവളുടെ രണ്ടാമത്തെ വൃത്തിയില്ലാത്ത സ്വഭാവം. ഗൈസ് ദേ മേല് മൊത്തം ഇങ്ങനെ നനച്ച് പറഞ്ഞ് ഗൈസ്. ഞങ്ങളും ഇവളൊക്കെ ഒരേ പൈപ്പിൽ ഒരേ വാഷ് ബേസിൽ കഴുകുന്നവരാ. ഈ ഉടുപ്പ് ഞാനും ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഞാൻ നനഞ്ഞിട്ടില്ല. രാത്രി ഉറങ്ങുന്നതിന് എൻ്റെ മേല് മൊത്തം നനച്ചിട്ടാണ് പോകുന്നത്. ഗൈസ്, നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോ ഉടുപ്പ് നനച്ചിട്ട് കിടന്നുറങ്ങാൻ? അങ്ങനത്തെ സ്വഭാവമുള്ളൊരു കമൻറ്റ്. എത്ര പേര് തീർത്തനെ പോലെ പനിപ്പിള്ളേരെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, തീർത്ത പുതിയ കാർമസിലെ വാക്സ് സ്ട്രിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരും. ഗൈസ്, നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. നോക്ക് ഗൈസ്, കണ്ട ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു പാട്ട് കവറല്ലേ ഇത്. മണം ഗൈസ്, ഇതാണ് നമ്മൾ അത് തുറക്കുമ്പോൾ ഗൈസ് വരുന്ന ഒരു മണം എന്താന്ന് നമുക്കറിയത്തില്ല. ആണോ? ഇത് കാണിച്ച് മണത്തോക്കട്ടെ. ഗൈസ്, നല്ല മണമാണ്. നമ്മളെ രഹ്നൈമിയുടെ വീഡിയോയ്ക്ക് അത്ര ഞാൻ അത് കണ്ടായിരുന്നു, അവൾ വാക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഭയങ്കര മണമെന്നൊക്കെ അവൾ പറഞ്ഞത്. ഗൈസ്, ഇവിടെ ഇനി നമ്മൾ വാക്സ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ഇനി പറയാം കേട്ടോ ഗൈസ്. ഗൈസ്, എനിക്കിത് വേണം ഗൈസ്. അതെ, കണ്ണാപ്പി ഗൈസ് ഡ്യൂട്ടിക്ക് പോയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അതോലൊക്കെ കണ്ണാപ്പി. അതെ അതെ. അവിടെ ഇതിലൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഇത് കണ്ട കൊതിക്കാള് പഠിച്ച്. അതെ, പഠിച്ചില്ല, വലിച്ചു. കാരണം അവിടെ ഇതിൽ രോമ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ആ കാലൊന്നും കൊടുത്തിടി. ഇവിടെ അല്ലേ ഇത് കൊടുത്തു. ഓ ഗൈസ്, രോമ കോപം ഒന്നും ഇല്ലാത്ത പിള്ളേരാണ് ഇവിടെ എല്ലാവരും. ആർക്കും ഇഷ്ടമില്ല തോന്നുന്നു. എല്ലാവരും രോമത്തെ ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്നത് കാരണം എല്ലാവരും പഠിച്ചോളിച്ചോളി. അത്രേ ഉള്ളല്ലേ? വെരി അഫോർഡബിൾ. എല്ലാവരും വാക്സ് ചെയ്യണം, ഷെയർ ചെയ്യരുത്. അതായത് പുതിയ മേടിച്ച എൻ്റെ ഷോയാ. ഇത്രയും കാര്യം ഷേവ് ചെയ്തേ ഗൈസ്. എപ്പോഴാണെന്ന് ചോദിക്കണ്ട ഗൈസ്. നമ്മള് ഫുഡ് എടുക്കാൻ എൻ്റെ പാത്രം എടുത്തില്ല ഗൈസ്. എൻ്റെ ഫുഡ് എടുക്കാമെന്ന് വിളിച്ചിട്ട് എൻ്റെ പാത്രം പോലും എടുക്കാത്ത എല്ലാവരും വന്നോ ഗൈസ്? ഇന്ന് എഗ് റൈസ് ആണ്. ഹായ് ഗൈസ്, നമുക്ക് എഗ് റൈസ് ആട്ടോ കഴിക്കാൻ. എന്തായാലും ഇത് തിന്നട്ടെ.
ഗൈസ് നമ്മൾ ചോറ് തിന്നാൻ പോകും. നിങ്ങളൊക്കെ നിങ്ങളുടെ റൂമിലെയോ? ഓരോ സമയത്ത് ഓരോന്ന് എടുത്തോണ്ട് പോകും. ഇന്നലെ വേറൊന്ന് ക്ലിപ്പായിരുന്നു ഇത്. എന്തോ വലിയ പണിയിലായിരുന്നു അവിടെ. അതെ ഗൈസ്, എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ പുതിയ അക്കൗണ്ട് തുടങ്ങി ഡ്രൈവിലെല്ലാം അപ്ലോഡ് ചെയ്യുമായിരുന്നു. ചോറ് കഴിച്ചോ? ഞങ്ങൾക്ക് ഇന്ന് മുട്ടച്ചോറായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് മുട്ടച്ചോറായിരുന്നു. ഗുലാബ് ജാമുൻ കിട്ടി. ഗുലാബ് ജാമുൻ ഞാൻ കഴിക്കാൻ പോട്ടെ ഗൈസ്, കാണിച്ചു തരാട്ടാ. ഗൈസ് നമ്മുടെ ഗുലാബ് ജാമുൻ. ഗൈസ് നമ്മൾ കളിക്കാൻ പോവാണ്. ഞാൻ കളിക്കാൻ വിളിക്കാൻ എല്ലാവരും പോട്ടെ. ഓ ഗൈസ്, ഇവിടുത്തെ ഫോട്ടോഷൂട്ട് കാണാൻ തോന്നുന്നുണ്ട്. ഭയങ്കര ഒരുക്കമൊക്കെയാണ് കേട്ടോ. എടി ഞാൻ എബിലിനോട് ചെയ്തടി തീർത്തേ. ഇത്ര ഞാൻ എബിലിനോട് ചെയ്ത് കാണിക്കാം. എബിലി നമ്മള് ഇവിടെ ഫോട്ടോ എടുക്കാൻ പോകാം. ഇത് ഫേബ. അധികം എൻ്റെ ചാനലൊന്നും വരത്തില്ല. സംടൈംസ് ഷീസ് ആൻ ഇൻട്രോവേർട്ട്, സംടൈംസ് എക്സ്ട്രോവേർട്ട്, സംടൈംസ് ആംബിവേർട്ട്, സംടൈംസ് ഓക്കെ ഗൈസ്. അപ്പോൾ കൃഷ്ണ, ഇത് ഇപ്പുറത്തെ റൂം കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാല്ലേ വേള നിങ്ങൾക്ക്? എന്റെ ഭാവി പരിപാടി എന്ന് പറയുന്നത് ഇന്നത്തെ ഭാവി പരിപാടി. ഇപ്പൊ പോയി ത്രോബോൾ കളിക്കുന്നു, നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു. ഇതൊക്കെ തന്നെയാണ് എന്റെ ഭാവിയിലെ ഫ്യൂച്ചർ പ്ലാൻസ്. വീഡിയോ എടുക്കാൻ പറ്റുമോ? ഇല്ല, ഡ്യൂട്ടിക്ക് പോയാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഡ്യൂട്ടിക്ക് പോയി ആംബുലൻസ് കയറുമ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാനായിരുന്നു കഴിഞ്ഞിടത്ത് ത്രോബോൾ ക്യാപ്റ്റൻ. അതുകൊണ്ട് ഞങ്ങൾ ടീം ജയിച്ചിട്ടുണ്ടായിരുന്നു. പറ ഗൈസ്, കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. ടൈമത്തെ ക്യാപ്റ്റൻ അത് ഗൈസ്, ഞങ്ങൾ ഒത്തിരി കാലം പ്രാക്ടീസ് ചെയ്ത് ആദ്യത്തെ കൊല്ലം സെക്കൻഡ് ഉണ്ട്. അതുകൊണ്ട് ട്രോഫി ഇരിപ്പുണ്ട്. മറ്റേ വേൾഡ് റൂം ഇരിപ്പുണ്ട്. യെസ് ഗൈസ്, അതെ നാട്ടിൽ കളിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ വന്ന് ഇത് ഇവരുടെ കളിയാ. ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ തോന്നിച്ചു. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അതൊക്കെ ഞാൻ പിടിച്ചിട്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കില്ലാതെ പോയി. ഹായ്, നല്ല രസമുണ്ട്. ഫേബ ഒരു ഷൊണ്ണയായിരുന്നു. ഇപ്പൊ ഷൊണ്ണയിൽ നിന്ന് ക്യൂട്ടായിട്ടുണ്ട്. പൈസ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഫേബ ഇരിക്കുന്നത് ശരിക്കും. ശരി, ഓടിവാ കണ്ണ ചാടിവാ മണ്ണ്. ഗൈസ്, പി ആർ ജോർജ് സ്റ്റാർ ഫാൻസ് അസോസിയേഷൻ. ഗൈസ്, തുടരും സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ജോർജ് സാറിന്റെ ആയിരുന്നു. ഐ ലവ് ജോർജ് സാർ. ജോർജ് സാർ ഒന്നും ചെയ്തില്ലല്ലോ. മോളെ ഇഷ്ടപ്പെട്ട എന്താ മോളെ ഇഷ്ടപ്പെട്ട ചെക്കനെ കൊന്നു. അതിലെന്താ തെറ്റ്? ദൈവമേ ഗൈസ്, കേട്ടോ. അതെ ഗൈസ്, അതങ്ങനെയൊന്നുമില്ല ഗൈസ്. പ്രേമിക്കേണ്ടവർക്ക് പ്രേമിക്കാം. അപ്പൊ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ സിംഗിൾ ആണ് ഗൈസ്. ഇവരൊക്കെ ചുമ്മാ ഗൈസ്. ഞാൻ മേരിയാണ് ഇവൾ, ജോർജ് സാറിന്റെ മകൾ. ചെക്കൻ്റെ പേരെന്തായിരുന്നു? വേർ ഇസ് മൈ പവി? ഓക്കെ ഗൈസ്, നമ്മൾ പവിയെ വിളിക്കാൻ പോകുന്നു. എനിക്ക് ആക്ച്വലി ഐ എം സ്റ്റിൽ സിംഗിൾ ആണ്. ഫ്രം ബർത്ത് ടു 20 സിംഗിൾ. ഐ എം നോട്ട് റെഡി ടു മിംഗിൾ എന്നൊക്കെ ഇവള് പറയും. നിങ്ങൾ ഇവളെ വിശ്വസിക്കരുത് ഗൈസ്. ഇവളാണ് ഞങ്ങളുടെ ബാച്ചിലെ വെച്ച് ഏറ്റവും വലിയ അതെ ഗൈസ്. ഞങ്ങൾ എല്ലാ സിസ്റ്റം റിലീസ് ചെയ്യും. ചുമ്മാ ഞങ്ങളതെല്ലാം പറയും. റിവീലിംഗ് ഉണ്ടാവും, ബോയ്സ് റിവീലിംഗ് എല്ലാം കാണിച്ചത് ഗൈസ്. എന്റെ പോയിട്ട് ഗൈസ്, എനിക്കും ദൈവമേ എന്റെ വീട്ടുകാർക്ക് കാണുന്നുണ്ട്. എന്റെ വീട്ടുകാർക്ക് തന്നെ വിശ്വാസം ആയതുകൊണ്ട് വിശ്വസിക്കരുത്. ഹായ് ഗൈസ്. ഗൈസ്, നിങ്ങളെ ഞാൻ സൂത്രം കാണിച്ചു തരാം. തീർത്തൊക്കെ എന്തിനാ ഇപ്പം ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ട വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരും എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കട്ടെ. മുടി കഴിച്ചു കയ്യിൽ വിഷ എടുത്തിട്ട് എനിക്ക് തല വരിട്ടു. എത്ര നേരം തലയിലിട്ട് വേണ്ട ഗൈസ്. കണ്ടോ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഡ്രയർ വെച്ച് നമുക്ക് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അത്ര ലാസ്റ്റ് ചെയ്യത്തില്ല. എന്നാലും ലാസ്റ്റ് ചെയ്യും അത്യാവശ്യം. എന്നെപ്പോലെ ഇച്ചിരി സ്ട്രൈറ്റ് ഒക്കെ ഉള്ള മുടിയൊക്കെയാണ് നല്ലോണം ലാസ്റ്റ് ചെയ്യും. പിന്നെ ചുരുണ്ട മുടിയുള്ളവർക്ക് അത്ര നിൽക്കത്തില്ല. പക്ഷെ എന്നാലും കണ്ടോ, നോക്കൂ, സ്ട്രൈറ്റ്നറിൻ്റെ ആവശ്യമില്ല. എന്നാലും നമ്മൾ സ്ട്രൈറ്റ്നർ മേടിക്കണമല്ലോ. എന്താണ് എനിക്ക് സൂസൂസ് ബാർബർ ഷോപ്പാണിത്.
ആ സലൂൺ ഒന്നുമില്ല ഗൈസ്, ഇത് ഞങ്ങളുടെ ബാർബർ ഷോപ്പാണ്. വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. സൂസുവിന്റെ ബാർബർ ഷോപ്പിലേക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങള് കളിക്കാൻ പോകാം കേട്ടോ. നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും മേ ബി ത്രോബോൾ എന്താണ്. അറിയത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ കളിച്ച് തരുന്നതായിരിക്കും. ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന ഒരു കളി ഷട്ടിൽ നമ്മള് കുഞ്ഞാട്ടെ കളിക്കും. കടാപ്പി ഉണ്ടോ കളിക്കാൻ? മന്തിപ്പിള്ളാരൊന്നും കളിക്കാറില്ല. ഇവള് കുളിക്കാറില്ല ഒരിക്കലും. ഞങ്ങളൊക്കെ കുളിക്കുന്ന പിള്ളേര്. ഗൈസ് ഹായ് ഗൈസ്, സണ്ണിനെ കിസ് സ്ലാപ്പ് അല്ലേ ഗൈസ്, ഇത് കിസ്സാ ഗൈസ്. എനിക്ക് അങ്ങനെ മുടി കെട്ടിട്ട് തല പെരുത്തു ഗൈസ്. ഞാൻ ഇങ്ങനെ കെട്ടി. ഇനി ഗൈസ് വ്ളോഗ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലാതെ ഞാൻ കണ്ട ഗൈസ് എനിക്ക് എന്തോ ഒരു പേഷ്യൻസ് ലെവൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് 2 തെറി വിളിക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഗ്രൗണ്ട്. അതെ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. വലിയ പൊട്ടക്കൊത്തി വന്ന് ആവശ്യപ്പെട്ടു. കണ്ണൊക്കെ ഇതേ വിജയം വെച്ച് നിൽക്കുക കേട്ടോ. കടല് മസ്കാരൊക്കെ ഇട്ടു നേരിട്ടില്ല കേട്ടോ. ഗൈസ് നമ്മുടെ കളി തുടങ്ങാൻ പോവാണ്. ചുമ്മാതെ ഗൈസ് ഡെഡ്. അതെ, ഇവൾ ഡെഡ് ആവും. ഞാൻ എറിയ വീത്തോളെ. ഔട്ട്. സൂസു ഔട്ട്. ഗൈസ് യൂട്യൂബർ മെർലിൻ ഒറ്റയ്ക്കാണ് ഗൈസ് പോരാടുന്നത്. ഓ എടി എന്റെ ഫോൺ ബെല്ലടിക്കുന്ന. ഓ എന്താ പറയാ, ഞങ്ങളുടെ പൊട്ടക്കളിയാ. യൂട്യൂബറിനൊന്നും അറിയത്തില്ല. യൂട്യൂബർ വെറുതെ കയറി ഭജകടി മാത്രമേ ഉള്ളൂ. ഗൈസ് അപ്പം നമ്മളുടെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ചു. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ്. ഇനിയിപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്യൂട്ടിയുടെ ഫോണ് പ്രത്യേകിച്ച് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഇവര് നമ്മൾ കളി കഴിഞ്ഞ് വന്നിട്ട് എന്തോ ഇതെന്നെ കാണാൻ കൊള്ളത്തില്ല ഗൈസ്. അതിപ്പോൾ നിങ്ങൾ കാര്യമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത് കണ്ടോ കബഡി ഇപ്പറത്തെ വേണ്ടി. അപ്പൊ ഗൈസ് ഇവള് എന്ത് നിങ്ങളുടെ നാരങ്ങ വെള്ളം, നാരങ്ങ സോഡ നാരങ്ങ സൂപ്പർ. ഓക്കെ ചേച്ചി, ഞാൻ വരുമ്പോട്ടെ ഡ്യൂട്ടി കാണും.
സൂപ്പർ. നിങ്ങൾ 10 രൂപ 20 രൂപയുള്ള സോഡ മേടിച്ച് നാരങ്ങളും ഉണ്ടാക്കി കുടിക്കും കേട്ടോ. ഞാൻ കുളിച്ചു കേട്ടോ, ദേഹം മേലെ കഴുകിയതുള്ളൂ. നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുവാണ്. റിയാമേലേക്ക് ഒരുങ്ങി കഴിഞ്ഞു ഗൈസ്. ഇവൾ ഡ്യൂട്ടിക്ക് പോകത്തില്ല. ഒന്നും പഞ്ച് ചെയ്തിട്ട് പണിയൊന്നും എടുത്ത് കാണത്തില്ല, പഞ്ച് ചെയ്തിട്ട് അവൾ വന്ന് കാണും. നമുക്ക് വാടന്റെ പേടിയാണ്, അത് പിടിച്ചു. വാടൻ മാമിന് എലിസബത്തിന് പേടിയാണെന്ന് എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പൊട്ടുമുത്തിരി കമ്മലിട്ട് നമുക്ക് പോട്ടോ. ഇവരൊക്കെ ഒരുങ്ങ കേട്ടോ. എൻ്റെ അമ്മൂൻ്റെ അമ്മേനെയൊക്കെ കിട്ടിയിട്ടുണ്ട് വീഡിയോക്കകത്ത്. എന്നെ അറിയാം ഗൈസ്. നമ്മള് ഡ്യൂട്ടിക്കാണ്. നമുക്ക് ആംബുലൻസ് സൺഡേ ആംബുലൻസ് ഇല്ലെന്ന്. സൺഡേ എന്ന് പറയുന്നത് ഒരു ഹോളിഡേ ആയിട്ടുള്ള ദിവസമാണ്. സൺഡേ ഫൺ ഡേ ആണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഹലോ, ബിക്കോസ് വി ആർ നഴ്സസ്. എനിക്ക് വെട്ടം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതെന്ന് പറയുന്നത് ഒരു സിനിമയിലൊക്കെ മറ്റേ പേടിപ്പിക്കുന്ന കണക്ക് ഉള്ള വെട്ടാണ്. ഇനി ഞാൻ നേരെ നോക്കുന്നുണ്ടെങ്കിൽ എന്നെ വല്ല വണ്ടി അടിച്ച് കൊച്ചാകും ഞാൻ കേട്ടോ. അതുകൊണ്ട് ഇനി ഹോസ്പിറ്റലിൽ നമുക്ക് കാണാം ഗൈസ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഉണ്ടോ? ഇല്ല ഗൈസ്, നമ്മൾ ലേറ്റായി നമ്മൾ വിചാരിച്ചു, പക്ഷേ ലേറ്റ് ആയിട്ടില്ല ഗൈസ്. അപ്പം ഇനി നമുക്ക് ആ വീഡിയോസ് പിടിക്കാൻ പറ്റത്തില്ല. പിടിക്കാൻ പറ്റും, പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്തായാലും പിടിക്കാൻ പറ്റില്ല. അവിടെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സോ നമ്മൾ ഡ്യൂട്ടിക്ക് കയറാൻ പോകും ഗൈസ്. യെസ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മാർക്ക് ചെയ്ത്. എന്നാലും ഇത്രയും നല്ല സുന്ദരമായ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. ബൈ.